കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കൊമിക്സോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗാച്ചേക്കുട്ട് എന്ന് പറയുന്ന ആനിമി സീരീസിന്റെ എപ്പിസോഡ് 9 മലയാളം എക്സ്പ്ലനേഷൻ ആണ്. സോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും താഴത്തുള്ള ആ ഒരു ഹൈ ബട്ടൺ അമർത്താനും മറക്കണ്ട. പിന്നെ ഗാച്ചേക്കുട്ട് മാത്രമല്ല കേട്ടോ, സോളോ ലെവലിംഗ്, ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ്, ബൊറുട്ടോ, ബ്ലാക്ക് ക്ലോവർ, ഇങ്ങനെ പല സീരീസ് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാത്തിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ എന്തായാലും കയറി ചെക്കൗട്ട് ചെയ്തേക്ക്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് നമുക്ക് നമ്മുടെ റൂഡോനാണ് കാണാൻ സാധിക്കുന്നത്. അവൻ്റെ റൂമിലായിരുന്നു. അവൻ്റെ ഗ്ലൗസ് നന്നായിട്ട് കഴുകുന്നുണ്ടായിരുന്നു. അവൻ്റെ കയ്യിലും ചെറിയ സ്കാർസ് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ആ ഗ്ലൗസ് ഒക്കെ കഴുകിയിട്ട് അവൻ തിരിച്ച് അവൻ്റെ ബെഡ്റൂമിലേക്ക് നടക്കുവാണ്. ഈ ടൈമിലാണ് അവൻ വന്നപ്പോൾ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയത്. കാര്യം റിയോ അവിടെ ഉണ്ടായിരുന്നു. അവളാട്ടെ പറയുന്നുണ്ട്, അല്ല 4 മണിയായി, നീ എന്താണ് ഇത്ര നേരത്തെ എഴുന്നേറ്റത്? നാളെ പോകേണ്ട കാര്യം നിനക്ക് ഓർമ്മയൊന്നുമില്ലേ? റൂഡാട്ടെ ഇവിടെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി. അവൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നീ എങ്ങനെയാണ് ഇവിടേക്ക് വന്നത്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, എടാ നിന്റെ റൂമിൻ്റെ തൊട്ട് മുകളിലാണ് എൻ്റെ റൂമുള്ളത്. രാവിലെ നിന്റെ ഒരു ബഹളമൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഓ ഐ എം റിയലി സോറി. ആ സമയത്ത് അവൾ ചോദിക്കുന്നുണ്ട്, അല്ല അതെന്താ നിന്റെ കൈ കാരണമായിരുന്നോ? അപ്പം തന്നെ റൂഡ് നിന്റെ കൈ ബാക്കിലേക്ക് ഇട്ടിട്ട് പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഈ ഗ്ലൗ ഇട്ട് കഴിഞ്ഞാൽ എനിക്കധികം വേദനിക്കാറൊന്നുമില്ല. അല്ല അതെന്താണ് കണ്ടിട്ട് എന്തോ പൊള്ളിയത് പോലെ ഉണ്ടല്ലോ? അതെൻ്റെ നായ പാരൻസിനോട് ചോദിക്കണം. ആ ടൈമിൽ അവൾ പതുക്കെ എഴുന്നേക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, അല്ലെങ്കിൽ അതങ്ങനെയാണല്ലേ, നമുക്ക് നമ്മുടെ പാരൻസ് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ട് പലതും തരാറുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവൾ നേരെ ആ റൂമിൽ നിന്ന് പോകുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ എഞ്ചിനും ക്രിസും കൂടെ ഒരു റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതാണ്. അതിനകത്തായിട്ട് ഒരുത്തനായിട്ട് എന്തൊക്കെ കുറിക്കുന്നുണ്ടായിരുന്നു. അവനായിട്ട് ഭ്രാന്ത് പിടിച്ച പോലെ കിടന്ന് കാറാനും തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട്, ഇത് കണ്ടിട്ട് കുറച്ച് താമസം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റനാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എന്തായാലും ഒരു ഫുൾ ഫേസ് റെഡി ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനായിട്ട് അവന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ, അതൊക്കെ നമുക്ക് നോക്കിയാലോ? അല്ല ഫുൾ ഫേസോ പ്രിപ്പറേഷനോ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. ആ ടൈമിൽ എഞ്ചിൻ പറയുന്നുണ്ട്, നമ്മൾ ക്ലീനേഴ്സ് ഈ നോമാൻസ് ലാൻഡിൽ പോകുന്നിടത്ത് ചുമ്മാ പോകാൻ പറ്റത്തില്ലല്ലോ, അതിനൊരു മാസ്ക് വേണം. ആ ഒരു മാസ്കിനെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞത്. നമുക്ക് ക്ലീനേഴ്സിന് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് ഇതൊക്കെ സെറ്റാക്കി തരുന്നത്. പക്ഷെ അവനാട്ടെ നന്നായിട്ട് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് താമസം ഉണ്ടാവും. ലാസ്റ്റ് ടൈം സാക്കേട് ചെയ്തപ്പോൾ അവൻ കുറച്ച് ടെൻഷൻ അടിച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് താമസിച്ചാണ് ഈ ഒരു സംഭവം കിട്ടിയത്. എന്തായാലും ആ ടൈമിൽ നിങ്ങൾ ബാക്കിയുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്യാൻ നോക്ക്, ഒരു സ്പെല്ല് കാസ്റ്റ് ചെയ്യാൻ നോക്ക്. അപ്പോൾ നമ്മുടെ സെമി പറയുന്നുണ്ട്, നമ്മൾ നോമാൻസ് ലാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ കാലെടുത്ത് വെക്കാൻ നിർത്തായിരിക്കും ഒരു ബോംബ് പൊട്ടി നമ്മൾ മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിസ്ക് ഒക്കെ മിനിമൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഗീവേഴ്സിനെ പറ്റി ഒരു സ്പെല്ല് കാസ്റ്റ് ചെയ്യാറുണ്ട്. അത് നീ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. സോ ആ സ്പെല്ല് നിനക്ക് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ആ സ്പെല്ല് കാസ്റ്റ് ചെയ്യുന്നതിന് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വരുന്നില്ല. സോ നിങ്ങൾ എന്തായാലും അവിടേക്ക് ഒന്ന് പോയി നോക്ക്, എന്തായാലും ഒരു ട്രിപ്പ് പോലെ ആകുമല്ല. ആ സമയത്ത് റോഡ് ചോദിക്കുന്നുണ്ട്, അല്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നമ്മൾ എവിടേക്കാണ് പോകുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മളിനി സിറ്റി ഓഫ് ഗ്രാഫിറ്റിയിലേക്കാണ് പോകാൻ പോകുന്നത്, ക്യാൻവാസ് ടൗണിലേക്ക്. എന്തായാലും ഈ കൂട്ടത്തിൽ നിങ്ങൾ മാത്രം പോയാൽ പോലെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ടീമും കൂടെ വരുന്നതായിരിക്കും. സോ എല്ലാവരുമായിട്ട് പോവാം. ഈ ടൈമിലായിട്ട് കുറച്ച് പേര് അവിടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് എഞ്ചിൻ പറയുന്നുണ്ട്, അക്കൂട്ടയിൽ നിന്ന് സാക്കിയും റിയയും ഞാനുണ്ട്, ഈഗിളിൽ നിന്ന് ഡെൽമാനും അതേപോലെ ടാംസിയും ഉണ്ട്. ഇനി സപ്പോർട്ടേഴ്സിൽ നിന്നാകട്ടെ ഫോളോയും ഗ്രിസും അതേപോലെ ടൊമിയും ഉണ്ട്. നമ്മൾ ഇത്രയും പേരായിരിക്കും ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നോർമലി സപ്പോർട്ടേഴ്സിനൊക്കെ കൊണ്ടുപോകുന്നത് വളരെ കുറവാണ്, പ്രത്യേകിച്ച് ഈ നോമാൻസ് ലാൻഡിലാണെങ്കിൽ. കാര്യം റിസ്ക് വളരെ കൂടുതലാണ്. ആ ടൈമിൽ തന്നെ നമ്മുടെ ഡെൽമ മുമ്പിലേക്ക് കയറി വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ റൂഡോയുടെ തൊട്ട് ഫ്രണ്ടിൽ വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞുണ്ട്, റൂഡോ ഞാൻ നിന്റെ കഥ മുഴുവൻ കേട്ട്, എന്തായാലും എന്നോട് ക്ഷമിക്ക്, എല്ലാവരും നിന്നെ കുറേ അധികം കഷ്ടപ്പെടുത്തിയില്ലേ, എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ആരോടും ക്ഷമിക്കുന്നതല്ല, നമ്മൾ എന്തായാലും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും, നമ്മൾ ആരും വെറുതെ വിടുന്നതല്ല. എന്തായാലും എനിക്ക് നിന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നീ ശരിക്കും ഒരു പാഷനേറ്റ് ആയുള്ള പയ്യനാണ്, അതുകൊണ്ട് തന്നെ നീ ഈഗറിലേക്ക് കയറാൻ പറയാൻ നിർത്ത്. പെട്ടെന്ന് നമ്മുടെ ടാംസ് എന്നിട്ട് പറയുന്നുണ്ട്, ഡെൽമോൺ അവൻ എന്തായാലും നമ്മുടെ എഞ്ചിനാണ് റിക്രൂട്ട് ചെയ്തത്, അതുകൊണ്ട് തന്നെ അവൻ്റെ അക്കൂട്ടിലായിട്ടായിരിക്കും പോകാൻ പോകുന്നത്. സോറി റൂഡോ, നീ അവനെ കാര്യമാക്കണ്ട, അവനിങ്ങനെ ഒച്ച വെക്കുന്നുണ്ടെങ്കിൽ വളരെ പാവപ്പെട്ടവൻ തന്നെയാണ്. പിന്നെ എനിക്കും ഈ പാഷനേറ്റ് ആയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ടൈമിൽ എഞ്ചിൻ പറയുന്നുണ്ട്, അപ്പോൾ ഡെൽമോൺ നീ തന്നെ ഒരു സ്പീച്ച് കാച്ചിയേക്ക്. ഈ ടൈമിൽ നമ്മുടെ സാക്കേട്ടെ 2 സാധനം കാലിലേക്ക് തിരുമിയിട്ട് അവിടുന്ന് മാറുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ കിടന്ന് കാർ നിർക്കും. നമ്മളിതാ ക്യാൻവാസ് സിറ്റിയിലേക്ക് പോകുവാണ്, നമ്മൾ ഒരുമിച്ച് പോകാൻ പോകുവാണ്, നമ്മൾ ഇന്ന് അവിടെ പോയിട്ട് അടിച്ച് പൊളിച്ച് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. ആൻഡ് ഇത് കേൾക്കാൻ നേരത്ത് ബാക്കിയുള്ളവരെല്ലാവരും അവൻ്റെ ഒപ്പം കിടന്ന് കാരണം തുടങ്ങും. റൂഡോ മാത്രം ആദ്യം ഒന്ന് അതിശയിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും എന്നാൽ ഈ സൗണ്ട് കേൾക്കാനത്ത് അവസാനം റൂഡോ ആ ഒരു വൈബിലേക്ക് വന്ന് അവനും കൂടെ കിടന്ന് കാറാൻ തുടങ്ങി. എല്ലാവരും ഒരേ വൈബിലേക്ക് വന്നുകൊണ്ട് അവർ കിടന്ന് കാറുന്നുണ്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് അവരെല്ലാവരും അവരുടെ ജീപ്പിലിരുന്നുകൊണ്ട് ഈ ക്യാൻവാസ് ടൗണിലേക്ക് പോകുന്നതാണ്. അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഈ ടൗൺ പതുക്കെ കാണാൻ തുടങ്ങി. ഈ സമയത്ത് ഇത് കാണുന്ന നമ്മുടെ റൂഡോ
റോഡും ശരിക്കും ഞെട്ടി. കാര്യം അത്യാവശ്യം നല്ല ഭംഗിയായിരുന്നു ഈ ഒരു ക്യാൻവാസ് ടൗൺ കാണാനായിട്ട്. അങ്ങനെ കുറച്ചധികം ദൂരം ഓടിയതിന് ശേഷം അവരായിട്ട് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിന്നിട്ടുണ്ട്. ഈ ടൈമിലായിട്ട് അവരെല്ലാവരും വന്ന് ഇറങ്ങുകയും ചെയ്തു. ആൻഡ് വലിയൊരു സ്ഥലം തന്നെയാണ്, ഭയങ്കരധികം രസവും ഫുൾ ആർട്ട് വർക്കൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അവൻ ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഗ്രൗണ്ടിലുള്ള എല്ലാ സിറ്റിയുടെ മുകളിൽ ഇങ്ങനൊരു സാധനമുണ്ടോ? അപ്പോൾ നമ്മുടെ ടാംസ് എന്ന് പറയുന്നുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ ബിഗ് സിറ്റിയിലും ഈ ഒരു സംഭവം ഉണ്ട്. കാര്യം ഇത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഈ സ്പിയർ ലൈറ്റിൽ നിന്ന്. സ്പിയർ ലൈറ്റിലോ? അതെന്താ സംഭവം? നിനക്കറിയാമല്ലോ, മുകളിൽ നിന്നവർ എന്തായാലും താഴത്തേക്ക് വേസ്റ്റ് ഇടാറുണ്ട്. ആ വേസ്റ്റ് ഈ സിറ്റിയുടെ മണ്ടക്കല്ലേ വന്ന് വീഴുന്നത്. സോ ഇങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രാഷ് റെയിൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പല പല ബുദ്ധിമുട്ടും ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം കിട്ടിയിട്ടുള്ളത്. എന്തായാലും നീ അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കുന്നുണ്ട്, നമുക്ക് നേരെ അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ നേരെ നടക്കുന്നുണ്ട്. ഈ ടൈമിലാട്ടെ ഒരുത്തൻ കാറുന്നുണ്ട്. അല്ല ഇതെന്ത് കോപ്പാണ്? അപ്പോൾ അവൻ്റെ കൂടെയുള്ള ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? എടാ നീ കണ്ടില്ലേ, ഇത് തുറന്ന് കിടക്കുകയാണ്, ഈ ഒരു ഗേറ്റ് തന്നെ തുറന്ന് കിടക്കുകയാണ്. പക്ഷേ എന്തോ വിയർഡായിട്ടുണ്ട്, എനിക്കതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല, എന്തോ തടയുന്നത് പോലെ. ആ സമയത്ത് അവന് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആ ഗേറ്റ് തുറന്ന് കിടക്കുകയാണെങ്കിൽ കൂടി അവന് അകത്തേക്ക് കയറാൻ സാധിക്കുന്നില്ല. എന്തോ ഇൻവിൻസിബിൾ ആയുള്ള എന്തോ ഒന്ന് അവരെ തടയുന്ന പോലെയാണ്. അവന്മാർക്ക് എന്താണ് സംഭവം ഒന്നും മനസ്സിലായില്ല. പക്ഷേ നമ്മുടെ ക്ലീനേഴ്സ് ആട്ടെ വളരെ സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇത് കാണുന്ന റോഡ് ശരിക്കും ഞെട്ടിയും അതേപോലെ അവിടെ ഉണ്ടായിരുന്നവരും ശരിക്കും ഞെട്ടിയും ചെയ്യും. റൂഡോ നീ വിഷമിക്കണ്ട, നീ നേരെ അകത്തേക്ക് പോരി, നമ്മൾ അകത്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കാനല്ലോ വന്നെങ്കിൽ അത് നമുക്ക് സുഖമായിട്ട് തന്നെ കയറി പോകാവുന്നേ ഉള്ളൂ. അങ്ങനെ റൂഡോയും അകത്തേക്ക് കയറുന്നുണ്ട്. റൂഡോയ്ക്കും വലിയ ഇഷ്യൂ ഒന്നും ഇല്ലാതെ കയറാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവന്മാർക്ക് മാത്രം അകത്തേക്ക് കയറാൻ സാധിക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ക്യാൻവാസ് ടൗൺ ആണ്. അവിടെ എവിടെ നോക്കിയാലും ആർട്ട് വർക്ക് മാത്രമേ ഉള്ളൂ. ഫുള്ള് ഗ്രാഫിറ്റിയും ഇതും പെയിന്റിങ്ങും എല്ലാവരും ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇവിടെയുള്ള എല്ലാവരും പെയിന്റ് ചെയ്തില്ലെങ്കിലും പെയിന്റ് ചെയ്യുന്നവർ ഇത് വലിയൊരു സംഭവമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാം തന്നെ അവരുടെ ക്യാൻവാസ് ആണ്. അതുകൊണ്ടാണ് കണ്ണി കാണുന്ന എല്ലായിടത്തും പടമുള്ളത്. ഈ ടൈമിൽ അവർ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ എവിടെ നോക്കിയാലും ആർട്ട് തന്നെയാണ്. അത് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ഇവർ വന്നതിനേക്കാളും കൂടുതൽ ആർട്ട് ഇത്തവണയുണ്ട്. അല്ല നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? നമുക്കൊരു ആർട്ടിസ്റ്റിനെ കാണാം, ഒരു ആർട്ടിസ്റ്റ് ഗീവറിനെ കാണാം. അവനിവിടെ എവിടെയോ ഉണ്ട്. അവനെ കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സ്പെല്ല് നിന്റെ മീതെ കാസ്റ്റ് ചെയ്യാൻ സാധിക്കും. അല്ല അതെങ്ങനെയാണ് സംഭവം? അതൊന്ന് പറയാമോ? അതിപ്പോൾ ഞാൻ എങ്ങനെ നിനക്ക് പറഞ്ഞു തരുന്ന, ഈ ഒരു വാൾ കണ്ട, ഇതിലേക്ക് നമുക്ക് ഒരു അറ്റാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു അറ്റാക്ക് ഇതിൻ്റെ അകത്ത് ക്യാൻസൽ ഔട്ട് ചെയ്യാനും പറ്റും. അങ്ങനെ എന്തോ സെറ്റപ്പാണ്. നിനക്ക് ഓർമ്മയില്ലേ 2 പൊട്ടന്മാർ ആദ്യം നമ്മൾ കയറി വഴിക്ക് കണ്ടത്? അവന്മാർക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ സാധിച്ചില്ല. അതൊരു കാസ്റ്റ് തന്നെയാണ്, അതൊരു സ്പെൽ തന്നെയാണ്. ഈ ടൗണിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും ഉടായ്പായിട്ട് കയറാൻ നോക്കുന്നുണ്ടെങ്കിൽ ആർക്കും തന്നെ പറ്റത്തില്ല. ആ ഒരു സ്പെൽ പോലെയാണ്. അതൊരു ഇൻവിസിബിൾ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അതൊരു സ്പെൽ കാസ്റ്റ് ചെയ്തതാണ്. ആ ഒരു സംഭവമാണ് നിന്റെ മെത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇവർ യൂസ് ചെയ്യുന്ന വൈറ്റൽ ഇൻസ്ട്രുമെന്റ് കുറച്ചധികം റെയർ ആയിട്ടുള്ള ബ്രീഡാണ്. കാര്യം ഇതൊരാൾ കിട്ടുന്നതല്ല, പകരം ഇത് ജനറേഷനായിട്ട് പാസ് ഡൗൺ ചെയ്യുന്നതാണ്. ഈ ടൈമിലാട്ടെ പെട്ടെന്ന് ഒരു കൊച്ചോടി വരുന്നുണ്ടായിരുന്നു. അവളാട്ടെ നമ്മുടെ എഞ്ചിനെ മേത്തടിച്ച് താഴത്തേക്ക് വീഴുന്നുണ്ട്. അല്ല നിനക്ക് എന്തെങ്കിലും പറ്റിയോ? പക്ഷെ പെട്ടെന്ന് അവൾ എഴുന്നേറ്റ് നോക്കാറുണ്ട്. അവൾ കിടന്ന് കരയുവാണ്. എന്നിട്ട് അവളെ കണ്ണീര് തുറച്ചിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യും. എഞ്ചിനായിട്ട് ആകെപ്പാട് വണ്ടടിച്ച് നിൽക്കുവാണ്. ഈ ടൈമിൽ റിയോ പറയുന്നുണ്ട്, അവസാനം നീ ഒരു കൊച്ചിനെ കരയിച്ചില്ലേ? ഞാൻ കരയിച്ചൊന്നുമില്ല, ആ കൊച്ചു കിടന്ന് കരയില്ലെന്നൊക്കെ പറഞ്ഞതാണ്. പെട്ടെന്ന് മേയർ അവിടേക്ക് വരുന്നത്. മേയർ താങ്കളെ കാണാൻ വേണ്ടി വരാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ഞങ്ങൾ എന്തായാലും ഇവിടേക്ക് വന്നത് നമ്മുടെ ഗോപിനെ കാണാനായിട്ടാണ്. അവനെവിടെ കാണാൻ പറ്റും? ഗോപോ? ആ സമയത്ത് റോഡ് ആ പേര് ശ്രദ്ധിക്കുന്നുണ്ട്. മേയർ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്ക്, ഞാനിതെങ്ങനെ നിങ്ങളോട് പറയണമെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഗോപ് അവൻ ഇന്ന് രാവിലെ മരിച്ചുപോയി. ഇത് കേൾക്കാൻ നേരത്ത് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഗോപിൻ്റെ ശരീരമുള്ളടുത്ത് അവരെല്ലാവരും കൂടെ നിൽക്കുന്നതാണ്. അവർ പറയുന്നുണ്ട്, ഗോപ എപ്പോഴും പടം വരക്കുമായിരുന്നു. പക്ഷേ അവൻ ഇവിടെ വരച്ചിട്ട് മാത്രം പോരായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പൊല്യൂട്ടഡ് സോണിലേക്ക് പോകാനും തുടങ്ങി. പക്ഷേ അവന് മാസ്കും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഓരോ വട്ടം പടം വരക്കാനകത്ത് അവൻ അവൻ്റെ ശരീരത്തിനെ പറ്റി ആലോചിച്ചത് പോലുമില്ല. അവൻ ഓരോ വട്ടം അങ്ങനെ വരച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഇതേ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി. പെട്ടെന്നാണ് റൂഡോയ്ക്ക് ആ ഒരു കാര്യം ഓർമ്മ വന്നത്. ഈ ഗോപെന്ന് പറയുന്നത് നമ്മുടെ റൂഡോ ആദ്യമായിട്ട് ക്ലീനേഴ്സ് വന്നപ്പോൾ നമ്മുടെ എഞ്ചിൻ അവനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതായത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പടം വരക്കുന്ന ഒരുത്തൻ. അതായത് എന്ത് തടസ്സം വന്നാലും അവനൊരു പടം വരക്കണമെന്നുണ്ടെങ്കിൽ അവൻ പടം വരക്കും. ആ ഒരു പേഴ്സൺ ആയിരുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ റൂഡോ തലയും കുനിച്ച് നിൽക്കുന്നതാണ്. കാര്യം പുള്ളിക്കാരന് വല്ലാതെ എന്തൊരു പ്രശ്നം തോന്നുന്നുണ്ട്. ആ ടൈമിൽ തന്നെ അവൻ പറയുന്നുണ്ട്, അവൻ ഓൾറെഡി അവൻ്റെ സക്സസ് തന്നെ കണ്ടെത്തിയിരുന്നു. പക്ഷേ അതെങ്ങനെയാണെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇനി പടം വരക്കാനുള്ള ടാലൻ്റ് ആണോ അതോ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഹിഡനുള്ള മീനിങ് ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു വൈറ്റൽ ഇൻസ്ട്രുമെന്റ് പാസ് ഡൗൺ ചെയ്യുന്ന ആൾക്ക് ഉറപ്പായിട്ട് ഗീവർ ആകാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. ഈ കുട്ടീനെ കണ്ടോ, ഇവളാണ് റെംലിൻ, ഇവളാണ് അടുത്ത സക്സസറായിട്ട് അവൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവൾ ശരിക്കും യങ്ങാണ്. അവൾ എങ്ങനെയാണ് ഇത്ര വലിയ പ്രഷറൊക്കെ കൈകാര്യം ചെയ്യുന്നത്? ഈ സമയത്ത് റോഡ് ആകെപ്പാട് ഇവളെ നോക്കി സങ്കടപ്പെട്ടിരിക്കുകയാണ്. കാര്യം അവനറിയാം ഒരു പ്രഷർ എന്തുവാണ്, അവനറിയാം കൊച്ചുനാളിൽ ഒറ്റപ്പെടുന്ന ആ ഒരു വേദന എന്താണെന്ന്. പുള്ളിക്കാരന് ഒന്നും തന്നെ പറയാൻ സാധിക്കുന്നില്ല. ആ ടൈമിൽ നമ്മുടെ ഫോളോ പറയുന്നുണ്ട്, ഇവർ നോർമൽ ഗിവേഴ്സിനെ പോലെയല്ല, അവർക്ക് ഓൾറെഡി ആ ഒരു ടാലൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വയലിൻ ഇൻസ്ട്രുമെൻറ്റിന് പകരം ഈ പാസ് ഡൗൺ ചെയ്യപ്പെടുന്ന വയലിൻ ഇൻസ്ട്രുമെൻറ്റ് അവരുടെ കയ്യിലേക്ക് കിട്ടാൻ നേരത്തെ തന്നെ അവരൊരു ഗീവറായി മാറും.
പക്ഷേ ഈ ഒരു ഐഡിയ, അതായത് ഈ വൈറ്റൽ ഇൻസ്ട്രുമെന്റ് പാസ് ഡൗൺ ചെയ്യുന്ന ഐഡിയ എന്ന് പറയുന്നത് അത് കുറച്ച് റെയർ ആണ്. ആ സമയത്ത് റോഡ് അവൻ്റെ ഗ്ലൗസിലേക്ക് നോക്കുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ മേയർ പതുക്കെ എഴുന്നേറ്റ് പറയുന്നുണ്ട്, എഞ്ചിൻ എന്തായാലും എന്നോട് ക്ഷമിക്ക്, നിങ്ങൾ കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് വലിയ ധൃതിയൊന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് വന്നേ ഉള്ളൂ. പക്ഷേ എന്തായാലും റെംലിനും ഗോപ് ശരിക്കും സിബ്ലിങ്സിനെ പോലെയായിരുന്നു. എന്തായാലും അവൾ നന്നായിട്ട് എന്നെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കരയാൻ തുടങ്ങും. ഈ സമയത്ത് നമ്മുടെ എഞ്ചിനും പറയുന്നുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ക്ലീനേഴ്സ് വെച്ച് അവൻ എപ്പോൾ കണ്ടാലും അതുപോലെ തന്നെയായിരുന്നു. എന്തെങ്കിലുമൊക്കെ പടം വരച്ചിട്ട് അവൻ പെട്ടെന്ന് ഓടിപ്പോവുകയും ചെയ്യും. അവന് ഇഷ്ടമുള്ളത് അവന് വരക്കാൻ ഒരു മടിയും ഇല്ലായിരുന്നു. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഞങ്ങളോട് ക്ഷമിക്ക്, ഞങ്ങൾ എന്തായാലും ഇറങ്ങുവാണ്. അല്ല, നിന്റെ പേര് റെംലിൻ എന്നല്ലായിരുന്നോ? കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് എന്തായാലും ഇനി ഫ്യൂച്ചറിൽ കാണാം. എന്നാൽ അവളൊന്ന് അനങ്ങത്ത് പോലുമില്ല. എന്നിട്ട് പെട്ടെന്ന് അവൾ ചാടി എന്നിട്ട് പറഞ്ഞുണ്ട്, എല്ലാം നിർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ നേരെ മേയറിന്റെ തൊട്ടടുത്ത് വന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയും ഇനി എന്തായാലും ആരും ഒന്നിനെ കുറിച്ച് ആരിച്ച് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല, നമുക്കെന്തായാലും സെലിബ്രേറ്റ് ചെയ്യണ്ടേ. ഇത് കേൾക്കാത്ത എല്ലാവരും ഒന്ന് ഞെട്ടി. കാര്യം ആർക്കും എന്താ സംഭവിക്കുന്നു മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് അവളാട്ടെ ആ ഒരു മാർക്കർ എടുത്തിട്ട് പുറത്തേക്ക് ഓടിയിട്ടുണ്ട്. എല്ലാവരും വണ്ടടിച്ച് നിൽക്കുവാണ്. പരസ്പരം നോക്കി നിൽക്കാനേ അവരെ കൊണ്ട് പറ്റുള്ളൂ. അത് കഴിഞ്ഞ് അവരെല്ലാവരും നേരെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അവളാട്ടെ ഏറ്റവും മുകളിൽ ടെറസിന്റെ തൊട്ട് മുകളിൽ ആ ഒരു സംഭവം കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് പെയിന്റ് പാട്ടെ അവളവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഗോപ എന്നെ വിട്ടു പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷേ നമ്മളിവിടെ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ഗോപിന് ഒരിക്കലും അവൻ്റെ ആഫ്റ്റർ ലൈഫ് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യണം, നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാൻ ടൈമായിരുന്നു പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ആ ഒരു ക്യാപ്പ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് അത് മുകളിലേക്ക് വെച്ചിട്ട് പറയുന്നുണ്ട്, നമ്മൾ എന്തായാലും ഇനി അടിച്ച് പൊളിക്കാൻ പോകുന്നത് പറയാൻ നേരത്തെ തന്നെ അത് പതുക്കെ ട്രാൻസ്ഫോം ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അത് ബ്രഷായിട്ട് മാറുന്നുണ്ട്. അവൾ എന്നിട്ട് അവിടെ കുറേ സാധനങ്ങളൊക്കെ വരക്കാൻ തുടങ്ങും. അതാട്ടെ എന്തൊരു ചിഹ്നം പോലെയായിരുന്നു. അതിൻ്റെ ചുറ്റിലിരുന്ന പെയിന്റ് പാട്ടകൾ പെട്ടെന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് മുകളിലേക്ക് ഫയർ വർക്സും വിടാൻ തുടങ്ങും. ചുരുക്കം പറഞ്ഞാൽ പടക്കം പൊട്ടാൻ തുടങ്ങും. അതിൽ നിന്ന് ഓരോ പടക്കമായിരുന്നു പൊട്ടിക്കൊണ്ടിരുന്നത്. എന്നിട്ട് അവർ സിറ്റി മുഴുവൻ ആഘോഷിക്കുന്ന രീതിയിലേക്ക് അവിടെ ഫയർ വർക്സ് വരാൻ തുടങ്ങും. എല്ലാവരും ഇത് കാണാൻ നേരത്ത് ചെറുതായിട്ട് അവരുടെ മനസ്സിൽ പുഞ്ചിരി വിടുകയും ചെയ്യും. ഈ സമയത്ത് റോഡ് ഇത് ഞെട്ടിധരിച്ച് നിൽക്കുവാണ്. ആ ടൈമിൽ നമ്മുടെ മേയറും പറയുന്നുണ്ട്, എഞ്ചിൻ എന്നോട് ക്ഷമിക്ക്, എനിക്ക് തോന്നുന്നുണ്ട് ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്നാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അത് ശരിയാണ്. ആ ടൈമിൽ അവൻ ഒരു കാര്യം കൂടെ പറയും ചെയ്യും, ശരിയാണല്ലേ, ഇത് ശരിക്കും കാനോസ് ടൗൺ തന്നെയാണ്, ദി സിറ്റി ഓഫ് ഫ്രീഡം ആൻഡ് ജോയ്. ആൻഡ് നമ്മുടെ റോഡയും ഈ മനോഹരമായ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.